1950 ഒരു ജൂൺ മാസം ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വെച്ച് ഒരു ആക്സിഡന്റ് നടക്കുന്നു. ഒരു ടാക്സി ഡ്രൈവർ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ച ഒരാളെ അബദ്ധത്തിൽ ഇടിച്ചു. വളരെ ശക്തമായ ഒരു ഇടിയായിരുന്നു അത്. ആ ശക്തമായ ഇടിയിൽ അയാൾ ഉടൻ തന്നെ മരിച്ചുപോയി. ഈ വിവരം ഉടൻ തന്നെ ജനങ്ങൾ പോലീസിനെ അറിയിച്ചു. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഇൻചാർജായ ഹ്യൂബർട്ട് റിം സ്ഥലത്തെത്തി. ആള് മരിച്ചുപോയത് കൊണ്ട് ഈ വിവരം അയാളുടെ കുടുംബത്തെ പെട്ടെന്ന് അറിയിക്കുവാൻ ഹ്യൂബർട്ട് നിർദ്ദേശിച്ചു. പെട്ടെന്ന് തന്നെ അയാളുടെ കുടുംബത്തെ വിവരം അറിയിച്ചിട്ട് ജോലി തീർത്ത് വീട്ടിൽ പോകാനുള്ള തിരക്കിലായിരുന്നു മറ്റു പോലീസുകാർ. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല ആ പണി. കാരണം അയാളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. അയാളുടെ വസ്ത്രങ്ങൾക്ക് ഏകദേശം 100 വർഷങ്ങളുടെ പഴക്കമുണ്ട്. അയാളുടെ പോക്കറ്റിൽ നിന്നും അവർക്ക് കുറച്ച് സാധനങ്ങൾ ലഭിച്ചു. അതിലെ ഒരെണ്ണം ഒരു കത്തായിരുന്നു. ആരോ ഒരാൾ അയാൾക്ക് അയച്ച ഒരു കത്താണത്. ആ കത്തിൽ നിന്നും അയാളുടെ പേരും അഡ്രസ്സും പോലീസുകാർക്ക് ലഭിച്ചു. റുഡോൾഫ് ഫെൻസ് എന്നായിരുന്നു അയാളുടെ പേര്. അങ്ങനെ പോലീസുകാർ ആ അഡ്രസ്സിലെത്തി. ഇത് ഇവിടുത്തെ അഡ്രസ് തന്നെയല്ലേ? അതെ, ഇവിടെ താമസിക്കുന്ന റുഡോൾഫ് ഫെൻസിന് കുറച്ചു മുമ്പ് ഒരു അപകടമുണ്ടായി. ഗുരുതരമായ പരിക്കേറ്റത് മൂലം അയാളെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അയാളുടെ കുടുംബക്കാർ വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യണം. റുഡോൾഫോ? സാറ് കാണിച്ച അഡ്രസ് ഇത് തന്നെയാണ്. 20 കൊല്ലമായി ഞാൻ ഇവിടെ താമസിക്കുന്നു. പക്ഷേ റുഡോൾഫ് എന്നൊരാൾ ഈ പ്രദേശത്തെങ്ങുമില്ല. പോലീസുകാരെ ഈ ഉത്തരം വീണ്ടും കുഴപ്പിച്ചു. ശേഷം അവർ ആ കത്തൊന്നും കൂടി പരിശോധിച്ചു. അവർ അന്വേഷിക്കുന്ന അഡ്രസ് ഇത് തന്നെയാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ ആ കത്തിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ ലെറ്ററിലുള്ള ദിവസവും വർഷവും. അത് കണ്ട് അയാൾ ഞെട്ടിത്തെറിച്ച് കൂടെയുള്ള പോലീസുകാരെയും അത് വിളിച്ച് കാണിക്കുന്നു. എല്ലാവരുടെ മുഖത്ത് ഒരേ ഭാവം. കാരണം അവർ അതിൽ കണ്ട വർഷം 1876. അതായത് 74 വർഷങ്ങൾക്ക് മുമ്പ് ആരോ അയച്ച കത്താണ് ഒരു പഴക്കവും തോന്നാത്ത രീതിയിൽ അവരുടെ കയ്യിലുള്ളത്. ആരായിരിക്കാം റുഡോൾഫ് ഫെൻസ്? എങ്ങനെയായിരിക്കാം 1876 അയാൾ 1950 വന്നു പെട്ടത്? ശേഷം അവർ റുഡോൾഫിന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച മറ്റു വസ്തുക്കൾ പരിശോധിച്ചു തുടങ്ങി. ആദ്യമായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പോക്കറ്റിൽ ഉണ്ടായിരുന്ന നോട്ടുകെട്ടുകളായിരുന്നു. $70 അടുപ്പിച്ച് അവർക്ക് പോക്കറ്റിൽ നിന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞു. പക്ഷേ അതെല്ലാം 100 വർഷം പഴക്കമുള്ള പഴയ നോട്ടുകളായിരുന്നു. എന്നാൽ കാലത്തിന്റെ പഴക്കമൊന്നും ആ നോട്ടുകൾക്കില്ലായിരുന്നു. പുതുപുത്തൻ നോട്ട് പോലെ തന്നെയായിരുന്നു അത് ഇരുന്നിരുന്നത്. ശേഷം അവർക്ക് ലഭിച്ചത് ഒരു റെസിപ്റ്റ് ആണ്. കുതിരയെയും കുതിര വണ്ടിയെയും കഴുകാൻ കൊടുത്തതിന്റെ ഒരു റെസിപ്റ്റ് ആയിരുന്നു അത്. എന്നാൽ ആ കാലത്ത് കുതിരകളുടെ സവാരികൾ തീരെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നീട് അവർക്ക് ലഭിച്ചത് റുഡോൾഫിന്റെ ഒരു ബിസിനസ് കാർഡാണ്. അതിൽ അദ്ദേഹത്തിന്റെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കത്തിലുള്ള അതേ അഡ്രസ്സ് തന്നെയായിരുന്നു അതിലും. അങ്ങനെ ആ കേസ് വലിയൊരു ചോദ്യചിഹ്നമായി അവരുടെ മുന്നിൽ നിന്നു. അങ്ങനെ ഹ്യൂബർട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മിസ്സിംഗ് കേസുകളൊക്കെ ആഴത്തിൽ അന്വേഷിക്കുവാൻ തുടങ്ങി. എന്നാൽ അതിലൊന്നും യാതൊരു ഫലവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശേഷം പോലീസുകാർ ആ പേര് വെച്ച് അന്നത്തെ ടെലിഫോൺ ഡയറക്ടറിൽ പരിശോധിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം അവർ ആ പേര് കണ്ടെത്തി. അവർ അന്വേഷിക്കുന്ന റുഡോൾഫ് ജൂനിയറിന്റെ പ്രായം 60 ഉണ്ടെന്നാണ് അവർക്ക് അറിയുവാൻ കഴിഞ്ഞത്. എന്നാൽ മരിച്ചുപോയ റുഡോൾഫിനെ കണ്ടാൽ വെറും 30 വയസ്സ് മാത്രമേ പ്രായം തോന്നുള്ളൂ. അങ്ങനെ അവർ റുഡോൾഫ് ജൂനിയറിനെ അന്വേഷിച്ചിറങ്ങി. എന്നാൽ അന്വേഷണത്തിന്റെ ഒടുവിൽ അവർക്ക് മനസ്സിലായി റുഡോൾഫ് ജൂനിയർ 5 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരിക്കുന്നു എന്ന്. അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവർ റുഡോൾഫ് ജൂനിയറിന്റെ മരണത്തിന് ശേഷം ഫ്ലോറിഡയിലേക്ക് മാറി താമസിക്കുകയാണെന്ന് ഉള്ള വിവരം പോലീസിന് ലഭിച്ചു. അങ്ങനെ അവർ റുഡോൾഫിന്റെ ഭാര്യയെ തേടിയിറങ്ങി. അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അവർക്ക് ലഭിച്ചത്. റുഡോൾഫ് ജൂനിയറിന്റെ അച്ഛനായിരുന്നു റുഡോൾഫ് ഫെൻസ്. അയാൾക്ക് വൈകുന്നേരം സമയങ്ങളിൽ പുറത്ത് നടക്കാൻ പോകുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ 1876 ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം പതിവ് പോലെ നടക്കാൻ ഇറങ്ങി. എന്നാൽ അതിനുശേഷം അയാൾ തിരിച്ചു വന്നിട്ടില്ല. അയാൾ എവിടേക്കാണ് പോയതെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. പോലീസുകാർ ഒരു പിടിയും കിട്ടാതെ അമ്പരന്ന് നിന്നു. ഹ്യൂബർട്ടിന് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ കേസിൽ ഒരു വഴിത്തിരിവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഈ ഒരു കേസ് ന്യൂയോർക്ക് മുഴുവനും ആളിക്കത്തി. വർഷങ്ങൾക്ക് ശേഷം, അതായത് 70, 80, 90 കാലഘട്ടത്താണ് റുഡോൾഫിന്റെ യഥാർത്ഥ സത്യം അറിയുവാൻ ജനങ്ങൾക്ക് കൗതുകം തോന്നിയത്. എങ്ങനെയായിരിക്കാം അയാൾ 75 വർഷം പിന്നോട്ട് സഞ്ചരിച്ചത്? അതിനുള്ള ഉത്തരങ്ങൾ പല പല രീതിയിൽ ഉയർന്നു വന്നു. ചിലർ പറഞ്ഞത് അയാൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു ഏലിയൻ സ്പേസ്ഷിപ്പ് അയാൾ കാണുകയും അതിൽ കയറിയപ്പോഴാണ് അയാൾ പോലും അറിയാതെ ഭാവിയിലേക്ക് എത്തിയത് എന്നാണ്. ചിലർ പറയുന്നത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിന്റെ കൂടെ സമയത്തിൽ കൂടി സഞ്ചരിക്കാനുള്ള ഒരു യന്ത്രം കൂടി ഉണ്ടായിരുന്നു എന്ന്. അയാൾക്ക് അത് നേരെ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് റുഡോൾഫ് മാത്രം ഭാവിയിലേക്ക് വരികയും
ആ യന്ത്രം 1876 കാലഘട്ടത്ത് വീണുപോയെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ വേറൊരു ഭൂരിഭാഗം ആളുകൾ പറയുന്നതായിരുന്നു കുറച്ചും കൂടി വിശ്വസനീയമായിരുന്നത്. 1951 ജാക്ക് ഫിനി എന്നൊരു എഴുത്തുകാരൻ എഴുതിയ ഒരു സയൻസ് ഫിക്ഷൻ ചെറുകഥ ഉണ്ടായിരുന്നു, ഐ ആം സ്കെയർ. അതിലെ കഥാപാത്രമാണ് റുഡോൾഫ് ഫെൻസും ഈ പറഞ്ഞ ടൈം ട്രാവൽ സംഭവങ്ങളും. എന്നാൽ 50% ആളുകൾ പറഞ്ഞിരുന്നത് റുഡോൾഫ് ഫെൻസിന്റെ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർ ആയാണ് ജാക്ക് ഫിനി ആ കഥ എഴുതിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ മറ്റ് 50% ആളുകൾ പറയുന്നത് ജാക്ക് ഫിനിയുടെ കഥയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു കെട്ടുകഥയാണ് റുഡോൾഫ് ഫെൻസിന്റെ സംഭവം എന്ന്. അതായത് കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായതെന്നുള്ള അതേ അവസ്ഥ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതായിരിക്കാം സത്യം? അയാൾ ശരിക്കും ഒരു ടൈം ട്രാവലർ ആയിരുന്നോ? അതോ ഇതെല്ലാം വെറും ഒരു കെട്ടുകഥ മാത്രമാണോ?